സദാചാരക്കാരി ആയോ ചേച്ചി എന്നൊരു കമൻറ്റ് ഈ വീഡിയോയിൽ ഞാൻ ഒന്ന് മാറ്റി വെക്കാൻ പറയുന്നു. കാരണം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ തന്നെ രണ്ട് പേഴ്സ്പെക്റ്റീവിലുള്ള ആൾക്കാരുണ്ടാവും. ആദ്യത്തെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നതുമായി യോജിച്ച് നിൽക്കുന്ന ആൾക്കാർ, അതെന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്ടമാണ് അവരെങ്ങനെ ധരിക്കണം എന്നുള്ളത്. സോ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിച്ചോട്ടെ, അവർ കാണിക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കുഴപ്പം എന്താണ്? പിന്നെ നിങ്ങൾ എന്തിനാണ് അതിലോട്ട് സൂം ചെയ്ത് നോക്കേണ്ട ആവശ്യം? ചിലപ്പം അടുത്തൊരു കമൻറ്റ് വരുന്നതായിരിക്കാം, പൊങ്കാല ഇടുന്ന സമയത്ത് ആ ദൈവവുമായിട്ട് ആത്മീയമായി നിൽക്കുന്ന സമയം ചിലപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികേടുകളൊന്നും ശ്രദ്ധിക്കണം എന്നില്ല. ഇങ്ങനത്തെ കുറേ കമൻറ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ചാൻസ് ഇല്ല, അറിയില്ല. എന്തായാലും രണ്ട് പേഴ്സ്പെക്റ്റീവ് ഓഫ് കോഴ്സ് ഉണ്ടാവും. സോ ആ സൈഡിലെ പേഴ്സ്പെക്റ്റീവിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിലോട്ട് വരിക. ചിലപ്പോൾ ഒരു സദാചാര വിരുദ്ധമോ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരാളുടെ റൈറ്റ് ടു ഫ്രീഡത്തിന് എഗെയിൻസ്റ്റ് സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നാൽ തികച്ചും യാദർശികം എന്ന് പറയുന്നില്ല, ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ എന്തായാലും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്നതാണ് അന്ന രാജൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊങ്കാലയിലെ വസ്ത്രധാരണ, അല്ലെങ്കിൽ ആ പൊങ്കാലയിൽ വന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ. സോ എൻ്റെ പെർസ്പെക്റ്റീവും ഞാൻ പറയാം. സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. ഇതാണ് വീഡിയോ. പൊങ്കാലിടുന്ന സമയത്ത് ആളുടെ ശരീരത്തിലെ ചില ബോഡി പാർട്സ് ഭയങ്കര അത്യാവശ്യം എക്സ്പോസ്ഡ് ആയ രീതിയിൽ കാണുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഇത് ഷൂട്ട് ചെയ്ത ചേട്ടന്മാരെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഷൂട്ട് ചെയ്ത ക്യാമറ വീഡിയോ ആൾക്കാരെ ഇവരെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ സ്വഭാവം ഇതാണ്, ഇവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഇതാണ്. കാരണം പല ആക്ട്രസ്മാരും വളരെ ക്ലിയർ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ പല കോർണറിൽ നിന്ന് പല ആംഗിളിൽ ഫോട്ടോസും വീഡിയോസും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്നുള്ളത് പല ആക്ട്രസ്മാരും വന്ന് ഭയങ്കര ഓപ്പണപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ക്യാമറ ഷൂട്ടിംഗ് രീതി അങ്ങനെയാണ്. എങ്ങനെ ഒരാളെ ഏത് ഭാഗം ഒപ്പിയെടുത്ത് പുറത്തോട്ട് കാണിക്കാം എന്നുള്ളതാണ് ഈ കാറ്റഗറി ഓഫ് മീഡിയക്കാരുടെ സ്വഭാവം. അപ്പോൾ ഇവരുടെ ഒരു സ്വഭാവമാണിത്. അപ്പോൾ ഈ കാറ്റഗറിയുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ കുറേ വൃത്തികെട്ട മനുഷ്യന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തണം. ആൻഡ് സെക്കൻഡ് തിങ് ഇവിടെ എനിക്ക് പറയാനുള്ളത്, അന്ന രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വളരെ സിനിമാ ഫീൽഡിലൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരീനെ ഫേമസ് ആയത് ഇനാഗ്രേഷൻ വഴിയാണ്. ഈ ഇനാഗ്രേഷനിൽ തന്നെ പുള്ളിക്കാരീനെ ഫേമസ് ആയത് ഇനാഗ്രേഷൻ ആൾ വരുന്ന വസ്ത്രധാരണമാണ്. ഞാൻ ഈ സൈഡിൽ കൂടിയൊക്കെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം ആൾ അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള, എന്നാൽ കാണുന്ന രീതിയിലുള്ള, എന്നാൽ നാലാൾ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ഇടുക. ആളുടെ ഒരു ഫ്രണ്ട് സൈസ് ആണെങ്കിലും ബാക്ക് സൈസ് ആണെങ്കിലും കുറച്ച് ഓവറാണ്. അപ്പോൾ അത് മാക്സിമം എക്സ്പോസ് ആക്കുന്ന രീതിയിലാണ് ആൾ നടക്കുക. ആളുടെ ഇങ്ങനത്തെ വീഡിയോസ്, ക്ലിപ്സ്, കാര്യങ്ങൾ ഏത് ഇനാഗ്രേഷന് പോയിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ അന്നത്തെ ദിവസം ഭയങ്കര വൈറലാണ്. പക്ഷെ ഇന്നേ വരെ ആൾ ഇതിന് എഗെയിൻസ്റ്റ് സംസാരിക്കുകയോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ അല്ലെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊരു സാധനം ആൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. വരുന്നതിനനുസരിച്ച് ആൾ വീഡിയോസ്, കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആൾക്കിതൊരു വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം മീഡിയക്കാരുടെ സ്വഭാവം ഇങ്ങനെയാണ്. അവർ ഈ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കും. ആൻഡ് അവരിങ്ങനെ വീഡിയോ ഇട്ടാൽ അന്ന രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു പ്രശ്നവും അല്ലെങ്കിൽ പിന്നെന്താണ്? ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ? സീരിയസ്ലി ഞാൻ ഇന്നേ വരെ ഇവരിത് റിയാക്ട് ചെയ്തിട്ട് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഷീ ഈസ് ഓക്കെ വിത്ത് ദിസ്, റൈറ്റ്? എൻ്റെ ഒരു പൊട്ട് കൈ കുടുങ്ങി. ഇനി അടുത്തത്, അമ്പലത്തിൽ പോവുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും താല്പര്യമാണ്, ഇൻട്രസ്റ്റാണ്. ഏത് വസ്ത്രത്തിൽ പോകണം, എങ്ങനെ പോകണം എന്നുള്ളത്.
പാവണിയും ബ്ലൗസും ഇട്ട് സാരി ഉടുത്ത് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്, ജീൻസും ടോപ്പും സ്കേർട്ടും ട്രൗസറും ഇട്ട് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ജീൻസും ടോപ്പും ഒന്നും ഇട്ട് അമ്പലത്തിൽ പോകാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എനിക്ക് ഒന്നെങ്കിൽ ചുരിദാറോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് പോകാനാണ് താല്പര്യം. എനിക്ക് ഈ പബ്ബ് പോകുന്ന ഒരു അമ്പലത്തിൽ പോകാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ പോകുന്ന കാറ്റഗറി ഓഫ് വ്യക്തികളും ഉണ്ട്. ഇന്നലെ വന്നിട്ടുള്ളത് അന്നാരാജൻ മാത്രമല്ല, എത്രയോ സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല അടിപൊളിയായി വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ഇവരൊരു പാർട്ടിക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പേഴ്സണൽ ടൈമിലോ ഇവർ അത്യാവശ്യം വേറെ രീതിയിൽ മോഡേൺ ആയി ഡ്രസ്സ് ഇടുന്നവരും ഉണ്ട്. പക്ഷെ അന്നാരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ ഇനാഗ്രേഷന് പോകുന്നത് അതിൻ്റെ ഒരു വേറെ പതിപ്പിലാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇത് ശരിയായി തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും, ശരിയായി തോന്നാത്ത ആൾക്കാരും ഉണ്ടാവും. എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു വസ്ത്രധാരണത്തിൽ ഇത്ര എക്സ്പോസ്ഡായി നിന്നുകൊണ്ട് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല. നമ്മളിനി എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് വീഡിയോയിൽ സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്ന സമയത്തും ഞാൻ നോക്കലുണ്ട് എൻ്റെ ബോഡി അല്ലെ എൻ്റെ ഡ്രസ്സ് പെർഫെക്റ്റ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു പെന്ന്, ഞാൻ എഴുതുന്ന മാർക്കർ നിലത്ത് വീണിട്ടുണ്ടെങ്കിലും ഞാനത് എടുക്കുന്ന സമയം ഞാനിവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ എത്ര തീവ്രതയിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ പൊങ്കാല പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും തൻ്റെ ഡ്രസ്സ് എക്സ്പോസ് ആവുന്ന സമയത്ത് അതൊന്ന് നീറ്റാക്കി വെക്കുക എന്നുള്ളത് അത് ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ചെയ്യാണ്ട് അത് എക്സ്പോസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ കാണിച്ചോട്ടെ, കണ്ടോട്ടെ, എനിക്കൊരു വിഷയമല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൊങ്കാലയെ പറ്റി ഒന്ന് പറയോ? ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് പൊങ്കാലയിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് വരാൻ പറ്റിയത്. ഇതാണ് സംഭവം. എത്രയോ ആൾക്കാരിൽ നിന്ന് ആൾക്കാർ ശ്രദ്ധിച്ച, ആൾക്കാർ ഡിസ്കഷനായ ഒരു വ്യക്തി ഓഫ് കോഴ്സ് മേ ബി ഇവരായിരിക്കും. പൊങ്കാല എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു പേര് ചിപ്പി എന്നാണെങ്കിൽ ഈ കഴിഞ്ഞ പൊങ്കാലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സ് പോയിട്ടുള്ളത് അന്നാരാജൻ എന്നാണ്. അതാണ് ഞാൻ പറയുന്നത്, ഈ കോൺട്രവേഴ്സികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പോസിറ്റീവ് കോൺട്രവേഴ്സി ഒരു ആളുടെ കൊണ്ട് പറയിപ്പിക്കാനോ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമാണ് നെഗറ്റീവ് കോൺട്രവേഴ്സി എന്ന് സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യാൻ. ആൻഡ് നെഗറ്റീവ് കോൺട്രവേഴ്സി വഴി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ഒരു പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേമസ് മാർഗം എന്ന് പറയുന്നത് എക്സ്പോസിങ് ദി ബോഡി എന്ന് പറയുന്നതാണ്. അത് ബോഡി എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയാണ്ട് തന്നെ പല പേരുകളും ഇപ്പോൾ ഈ പറയുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്തോ നിങ്ങളുടെ മുമ്പ് കൂടെ പോകുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു മെയിൻ എയിം റീച്ചാണ്. റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം ബോഡി അങ്ങ് എക്സ്പോസ് ചെയ്യുക. പക്ഷേ ഇതിനൊക്കെ ഇവർ പറയുന്ന ന്യായീകരണങ്ങൾ, എൻ്റെ ബോഡി കാണിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല, ഇത് എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവരുടെ അമ്മയ്ക്കും ഉള്ളതല്ലേ, പെങ്ങൾക്കും ഉള്ളതല്ലേ, കുടുംബക്കാർക്കും ഉള്ളതല്ലേ, പിന്നെ അതിപ്പോൾ കാണിച്ചാൽ എന്താണ്, ഇതിപ്പോൾ ഇത്രമാത്രം ഉണ്ടോ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ പറഞ്ഞോളൂ, അതിനൊന്നും ഒരു വിഷയമുള്ള ഒരു തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിൻ്റെയൊക്കെ അറ്റ്മോസ്റ്റ് ദി എൻഡ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ റീച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ആൻഡ് ഈ സോഷ്യൽ മീഡിയ റീച്ചിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. മേ ബി മോണിറ്റേഷൻ ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷേ സ്വന്തം ബോഡി എക്സ്പോസ് ചെയ്തുകൊണ്ട് മോണിറ്റേഷൻ ബെനിഫിറ്റിൻ്റെ ആവശ്യം എന്താ എന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് ഫെയിം കൊണ്ട് കിട്ടുന്ന അടുത്തൊരു സാധനം കുറച്ച് സെൽഫി, കുറച്ച് ഇൻ്റർവ്യൂ ആണ്. അതിന് വേണ്ടിയിട്ട് സ്വന്തം ബോഡി എക്സ്പോസ് ചെയ്യുന്നത് എന്തിനാ എന്നുള്ള മനസ്സിലായില്ല. ഈ അന്നരാജൻ്റെ വിഷയം ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇതിന് മുമ്പ് ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട്. അന്ന് ഞാൻ സംസാരിച്ചു, ഇന്നും ഞാൻ അതേ സാധനം തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് കാണിക്കേണ്ടത് കാണിക്കുക, കാണിക്കേണ്ടാത്ത കാണിക്കേണ്ട, കാണിക്കേണ്ടത് കാണിക്കുന്ന അവസരങ്ങൾ കാണിക്കുക, കാണിക്കേണ്ടാത്തത് അവസരങ്ങൾ കാണിക്കാണ്ട് നിൽക്കുക. നമ്മൾ പോകുന്ന സ്ഥലം, ചെയ്യുന്ന കാര്യത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് പോകും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം. ആൻഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തണം. വീഡിയോ കാണുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും പറഞ്ഞിരിക്കണം. ബിക്കോസ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് ശരിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.